So shall we start? So how was the test? I mean, how was the exam, original exam? Those who felt that 2023 prelims was really tough and pattern got changed and now the state is some kind of indecisiveness, like don't know what to do, how to prepare, like we have studied all the year and this is what happened. Ingana feeling ulla aalukal, please raise your hands. 4 പേർക്കേ പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാവർക്കും പ്രിലിംസ് ലൈക്ക് കുറേ പേർ അറ്റംപ്റ്റ് ചെയ്യാത്തവരുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, ശരി. The thing is that UPSC Prelims 2023 is regarded as the most toughest exam of UPSC's history because of the drastically changed pattern under code. This is what is being propagated by the coaching institutes in the country. Starting from Delhi and all other states, this view is being spread. Pattern change ചെയ്തു, ലൈക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതിൽ കുറേ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുടെയും കൈൻഡ് ഓഫ് ഒരു തോട്ട് ഇത് തന്നെ ആയിരിക്കും. പക്ഷേ Gallant IAS ഇൻ ഫ്രണ്ട് ഓഫ് യു നിന്ന് പറയുന്നു, ഇന്ത്യയിലുള്ള എല്ലാ അക്കാഡമീസും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് UPSCയുടെ പാറ്റേൺ മാറി, ഇനി ഒരു ഇൻഡസൈസീവ് സംഭവമാണ്, ഇതൊരു പുതിയ പാറ്റേൺ ആയി, ഇനി എങ്ങോട്ട് പോകും, എന്ത് പഠിക്കണമെന്ന് അറിയില്ല എന്ന് മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ഒരു സ്ഥലത്ത് നിന്നാൽ നമ്മൾ ഒറ്റയ്ക്ക് അവരുടെ നേരെ നിന്ന് അത്രയും ആളുകളുടെ ഫ്രണ്ടിൽ നിന്ന് പറയും UPSC ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല, UPSCയുടെ പാറ്റേൺ മാറിയിട്ടില്ല. എന്താണ് പാറ്റേൺ മാറുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് എ ഫോർമാറ്റ് ചേഞ്ച്. പറഞ്ഞോ? I'll come to you. Like in between I'll be using some Malayalam because of the general audience. I'll try to patch up with the English translation. The thing is that only just the phrasing of the words or the arrangement of the facts in the statements got changed. Everything is same only. ഒരു മാറ്റവും വന്നിട്ടില്ല. I'll prove that by the end of this session. The advantage of this session is that ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നതെന്ന് വിചാരിക്കരുത്. അതായത് നമ്മൾ പറയാറില്ല ഈ കാർ ജെയിംസ് ബോണ്ടിൻ്റെ കയ്യിൽ പോലും ഇല്ലാന്ന്, ഇതെൻ്റെ കയ്യിൽ ഇരിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരിക്കലും യു വിൽ നോട്ട് ഗെറ്റ് സച്ച് എ സെഷൻ. ബിക്കോസ് ഞാൻ ഇങ്ങനെ സാർ എന്നോട് ഈ സെഷൻ എടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ ഇങ്ങനെ നോക്കുമായിരുന്നു, ലൈക്ക് എന്താണ് ഇവർ പറയുന്നത്, ഇതിൻ്റെ എലിമിനേഷൻ. സാധാരണ UPSC എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വരും, ഓക്കെ, ലോജിക്കൽ എലിമിനേഷൻ സ്കിൽസ് അല്ലെങ്കിൽ എന്താണ് കോമൺ സെൻസ് ബേസിക്കൽ അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഒന്നുമില്ല. ഓക്കെ, നോബഡി ഈസ് പുട്ടിങ് സച്ച് എ വീഡിയോ. Everybody is telling that content is the king. Yeah, content is always the king, content being the king, but it's not possible to study everything under the sun and go to the exam of this kind. So the basic thing is that ഇവിടെ മുമ്പ് പഠിച്ച സ്റ്റുഡൻസിനെ അറിയാം എങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്തിട്ടുള്ളതെന്ന്. ഫസ്റ്റ് നമ്മളൊരു ബേസിക് ലെയർ ക്രിയേറ്റ് ചെയ്യും, ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. നമുക്ക് സിലബസ് കവർ ചെയ്യണം. സിലബസ് കവർ ചെയ്ത ശേഷം we have conducted multiple revision classes, okay, to ensure that the concepts are entered properly. Then second layer നമ്മൾ common sense based approach logical based thinking continuous through PYQ practice നമ്മൾ continuously ചെയ്തു. But even then I agree that many of the students couldn't clear prelims because എന്താണെന്നറിയോ കാര്യം സംഭവിച്ചത്? സഡൻലി മുമ്പ് കണ്ട ഒരു ഫ്രെയിമിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ് മാറി ഒരു പുതിയ രീതിയിലാണ് അത് അവർ പ്രസൻറ്റ് ചെയ്തത്. സോ ലൈക്ക് ഓൾ അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഓൾ അതർ മെൻറ്റേഴ്സ്, ഓൾ അതർ വെറ്ററൻ ആസ്പിറൻസ്, ഈവൻ പലതവണയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ഇത്തവണ പ്രിലിംസ് ക്ലിയർ ചെയ്തില്ല. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഫോൾട്ട് ഓഫ് സ്റ്റുഡൻസ് ലൈക്ക് യു. എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ്റെ പ്രഷർ, സമ്മർദ്ദം, പരീക്ഷാ സമ്മർദ്ദമാണ് ഇത്തവണ ആളുകൾക്ക് ബാക്ക് ഫെയർ ചെയ്തത്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ ആ സമ്മർദ്ദം മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി വളരെ നോർമലായിട്ട് നമുക്ക് ചിന്തിച്ച് നോക്കാം ഈ എക്സാം എന്തുകൊണ്ട് സിമ്പിളായിരുന്നു എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ലൈക്ക് നമുക്ക് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ് ഇത് പ്രൂവ് ചെയ്ത് പോവാം. ഇത്തവണ നിങ്ങളെ ഏറ്റവും കൂടുതൽ കുഴക്കിയത്, ലൈക്ക് ഇതുവരെ എക്സാം എഴുതാത്ത ആൾക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എക്സാം എഴുതിയ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ട്രബിൾ ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു? 2 ടൈപ്പ് പറയുകയാണെങ്കിൽ എന്തായിരുന്നു? 1 pair 2 pair ടൈപ്പ് അല്ലേ?
രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ലേ, ഡിസിഷൻ മേക്കിംഗ് കൈൻഡ് ഓഫ് തിങ്. ഓക്കെ, അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സോ ടുഡേസ് സെഷൻ ഇസ് നോട്ട് അബൌട്ട് ടെല്ലിംഗ് ദാറ്റ് ഓക്കെ ദിസ് ഇസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഹൗ എ ഡിസ്കഷൻ വർക്ക് നോർമലി, ബട്ട് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ ടെസ്റ്റ് ഡിസ്കഷൻ ബിക്കോസ് യു ഹാവ് ദി ക്വസ്റ്റ്യൻ വിത്ത് യു. You have, many of you have already attempted this exam real time, then some of you are like experiencing it now and you are having the answer key. So there is no point in telling that okay this is the answer of this question because you already know the answer. The thing is that what I am going to tell you is the strategy. Okay, എന്തുകൊണ്ട് ഈ സെഷൻ ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒക്ടോബറാണ്, ഒക്ടോബർ ഈസ് ലൈക്ക് ഓൾമോസ്റ്റ് അറ്റ് ദിസ് എൻഡ്. നിങ്ങൾക്ക് ഇനി കുറച്ച് മാസങ്ങളുണ്ട് പ്രിലിംസിലേക്ക്. പീപ്പിൾ ഹു ആർ അഫ്രൈഡ് ഓഫ് പ്രിലിംസ് ബിക്കോസ് ഓഫ് ദ ന്യൂലി ചേഞ്ച്ഡ് പാറ്റേൺ വിൽ സ്റ്റാർട്ട് കംപ്ലീറ്റ്ലി ഷിഫ്റ്റിംഗ് ദെയർ അറ്റംപ്റ്റ് ഓർ ദെയർ പ്രിപ്പറേഷൻ ടുവേർഡ്സ് മെയിൻസ് ഓപ്ഷൻ, ടുവേർഡ്സ് പ്രിലിംസ് കംപ്ലീറ്റ്ലി. കാരണം അവർക്കറിയാം ഇത് കഴിഞ്ഞാൽ പ്രിലിംസ് ക്ലിയർ ആവാതെ മെയിൻസ് കിട്ടിയിട്ട് ലൈക്ക് മെയിൻസിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഫാക്ട് അറിയാവുന്നതുകൊണ്ട് ദേ വിൽ കംപ്ലീറ്റ്ലി ഡൈവേർട്ട് ദെയർ പ്രിപ്പറേഷൻ. ബട്ട് because of this preparation, if you are clearing the prelims, what's the point if you don't have your option, GS and others like in your hand? So ഈ സെഷൻ എന്തുകൊണ്ട് റെലവൻ്റ് ആവുന്നു എന്ന് ചോദിച്ചാൽ, പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ എവിടെ നിർത്തണം എന്നാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ട് പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പം തന്നെ സെൽഫ് റിലയൻ്റ് ആണെന്ന്, ഇപ്പം തന്നെ നിങ്ങൾ സെൽഫ് റിലയൻ്റ് ആണ്, അതാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം പലരും ഇവിടെ കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് അധികമായിട്ടില്ല, പലരും ഒരു വർഷം പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി. എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ സെഷൻ കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ഇതേ ചോദ്യം വീണ്ടും ചോദിക്കും. ഞാൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, അതായത് if I am telling you that after 4 days you are having the prelims, how many of you have the confidence to go and attempt? കൈ വെക്കാവോ? ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് തരുന്നതെന്ന് പറയാമോ? ഇത് പാണ്ടിലോറിയുടെ മുമ്പിൽ തവള ഞെളിഞ്ഞ് നിന്നിട്ട് പോകുന്നു പറയുന്ന സാധനം ആവരുത്. നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടാവണം. എന്തുകൊണ്ട് യു ആർ ഷുവർ ദാറ്റ് ഇഫ് ദ എക്സാം ഈസ് ഓൺ ദ 4th day ഐ വിൽ ഗോ ആൻഡ് ക്ലിയർ ദി എക്സാം. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് തരുന്നതിൻ്റെ റീസൺ ആണ് ഞാൻ ചോദിക്കുന്നത്. ശരി, അത് അവിടെ നിൽക്കട്ടെ. അതൊരു അത് വേറൊരു കേസാണ്. നമുക്ക് എക്സാമിനെ കുറിച്ച് അവയർനെസ് ഇല്ലാതെ നമ്മൾ ആദ്യമായിട്ടൊരു എക്സാം എഴുതുമ്പോൾ ഇറ്റ്സ് എ സെപ്പറേറ്റ് കേസ്. അതല്ല ഞാൻ ചോദിക്കുന്നത്. എക്സാമിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ഒരു തവണ എക്സാം അറ്റംപ്റ്റ് ചെയ്ത് UPSCയുടെ ടഫ്നെസ്, UPSC is not a simple exam. UPSC is all about presence of mind. UPSC is all about preparation. UPSC is all about attitude. UPSC is all about time management. Everything. ഇതെല്ലാം ചേർത്ത് ഇതെല്ലാമാണ് UPSC എന്നും അറിയുന്ന ഒരു സെൻസിലാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ സെഷനോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയല്ല. ബാലികേറ മലയല്ല ലിറ്ററലി. പ്രിലിംസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ നടക്കുന്നതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമാണ്. ഇതൊരു ക്ലീശയായിട്ട് പലർക്കും തോന്നും, എൻ്റെ ക്ലാസ്സിൽ മുമ്പിരുന്നിട്ടുള്ളവർക്ക്. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ എന്നെ ട്രോളുന്നൊരു കാര്യമാണ്, ഞാൻ എല്ലാം സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ലിറ്ററലി സിമ്പിൾ ആണെന്നുള്ളത് ഇന്ന് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പുറത്തേക്ക് വിടണ്ട, പ്രശ്നം തരില്ലേ. നോക്കാം, വിൽ സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു 2 kind of questions troubled you. First kind is the pair type question, okay, 1 pair 2 pair kind of thing. Second thing is the decision making type, okay, statement A B C D kind of thing, okay. അപ്പോൾ ഈ 1 pair ചെറുപയറും ആദ്യം മാറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആദ്യം കിടക്കാം. സ്റ്റേറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ 1 by 1 എന്നുള്ള നിലയിലല്ല പോകുന്നത്. ആദ്യം നമുക്ക് പ്രശ്നമാണല്ലോ ആദ്യം പരിഹരിക്കേണ്ടത്. ഓക്കെ, 1 by 1 പോയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാമെന്നുള്ളത് അതിനെൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. അപ്പോൾ 1 by 1 we'll see the statement type question from 1 to 100. Then from back 100 to 1 in the reverse order we'll see the pair type question. In between ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എണ്ണം കുറവായിരുന്നു. We'll see എങ്ങനെയാണ് നോക്കണം എന്നുള്ളത്. So we'll start. Okay, the first question ഇത് തന്നെ കണ്ടപ്പോൾ കുറേ പേരുടെ കിളി പോയതാണ് ഇൻ ദ എക്സാമ്പിൾ. ബിഫോർ ദാറ്റ് നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിലോ യു റൈറ്റ് ലൈക്ക് ദിസ്, ഓക്കെ, പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ നമ്പർ നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ലാസ്റ്റ് നമുക്ക് കൗണ്ട് ചെയ്യാം എത്ര ക്വസ്റ്റ്യൻസ് പെയർ ടൈപ്പ് ഉണ്ടായിരുന്നു, എത്ര ക്വസ്റ്റ്യൻസിൽ ഡൂവബിൾ ആയിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഞാൻ റൗണ്ട് ചെയ്യാൻ പറയും. എന്തുകൊണ്ടാണ് റൗണ്ട് ചെയ്യാൻ പറയുന്നത് എന്നുള്ളത് അപ്പോൾ പറയാം. സോ പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻ 1 ഹെഡിങ്, അതിൻ്റെ അകത്ത് നിങ്ങൾ എഴുതേണ്ടത് നമ്പർ, ഏത് നമ്പറാണോ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പെയർ ആണെങ്കിൽ ഓക്കെ 1, നാലാമത്തെ പെയർ ടൈപ്പ് ആണെങ്കിൽ 4, അങ്ങനെ. ദെൻ ബിലോ ദാറ്റ് ഡിസിഷൻ മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരു ഇത് എഴുതുക.
ഏത് ക്വസ്റ്റ്യൻസ് ഒക്കെയാണോ ആ നമ്പർ അവിടെ എഴുതി വെക്കാം. ഓക്കെ, ബിലോ ദാറ്റ് യു റൈറ്റ് അതർ ക്വസ്റ്റ്യൻസ്. ഈ അതർ ക്വസ്റ്റ്യൻസ് എന്നുള്ളതിൽ what you have to write is that if I am telling some strategy to attempt that question, if I am telling some strategy, like anyway statement type question, pair type question definitely we will crack how it has to be attempted. The other type question like strategy, ഞാൻ strategy പറയുന്ന ക്വസ്റ്റ്യനിൽ ആ ക്വസ്റ്റ്യൻ്റെ നമ്പറും എഴുതി വെക്കണം. ലാസ്റ്റ് like at the end we will do an analysis. So I will be moving from question to question very quickly, otherwise like you will feel some lag. Okay, ആ ലാഗ് ഉണ്ടാവാതിരിക്കാൻ വളരെ പെട്ടെന്നായിരിക്കും പോകുന്നത്. ഇഫ് യു ആർ മിസ്സിംഗ് സം പോയിന്റ്, ഡോണ്ട് വറി ദാറ്റ് ദിസ് വീഡിയോ വിൽ ബി അപ്ലോഡഡ് either in YouTube or it will be available in portal, so that's not an issue. Let us start. So first question itself is a pair, then second pair. So pair question will come in the second round. First we will see the statement type question, again pair question, another type. Okay, eighth question is not the statement means that this kind of statement. This is another type. This is pair. Yeah. Statement. First statement type question. Consider the following statements. Statement 1. India, despite having uranium deposits, depends on coal for most of its electricity production. What I am asking you is that വളരെ കൂളായിട്ടിരിക്കുക. നിങ്ങൾ പ്രിലിംസ് എക്സാമിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ആദ്യം. വളരെ കൂളായിട്ടിരിക്കുക. ഞാൻ ചോദിക്കുന്നതിന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആൻസർ പറയാം. ഓക്കെ, ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലക്സ്. ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏറ്റവും സിംപ്ലിസ്റ്റിക് വേയിലുള്ള ആൻസർ ആണ് വേണ്ടത്. ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലക്സ്. വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരിക, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇന്ത്യ ഡെസ്പൈറ്റ് ഹാവിംഗ് യുറേനിയം ഡെപ്പോസിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കോൾ ഫോർ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇന്ത്യ കോൾ അല്ലേ ഇത് ചെയ്യുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനെ കടക്കൽ വെട്ടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കീ, the single strategy for this statement type question. ഇതറിഞ്ഞാൽ UPSC എത്ര സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങളത് ക്രാക്ക് ചെയ്യും. എന്താണ് കീ എന്നറിയോ? കേട്ടില്ല? പെർസെൻറ്റേജ് ആണെന്നല്ല. പെർസെൻറ്റേജ് ഇപ്പം എല്ലാ ക്വസ്റ്റ്യനിലും പെർസെൻറ്റേജ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. നോ, അതൊന്നുമല്ല. സിമ്പിളായിട്ട് കാര്യം, രണ്ട് സ്റ്റേറ്റ്മെന്റ് തരുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇതിൻ്റെ ആൻസേഴ്സ് ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടോ? ഇതിൽ എവിടെയെങ്കിലും ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ സ്റ്റേറ്റ്മെന്റിൽ? ഇല്ല. ഇത് പുതിയ പാറ്റേൺ ആണ്. ആൻഡ് യു മാർക്ക് മൈ വേർഡ്, ഫോർ ദ കമ്മിങ് അറ്റ്ലീസ്റ്റ് 5 to 6 years ദിസ് പാറ്റേൺ വിൽ ബി ഫോളോഡ് ബൈ UPSC. ഓക്കെ, ദിസ് പാറ്റേൺ ചേഞ്ച് വാസ് ഡ്യൂ ഫോർ ലോങ്. അങ്ങനെ കുറേ വർഷം കൂടിയാണ് ഈ ഒരു പാറ്റേൺ ചേഞ്ച് വന്നത്. ദിസ് പാറ്റേൺ വിൽ ബി കണ്ടിന്യൂഡ് ഫോർ അറ്റ്ലീസ്റ്റ് സം like 5 to 6 years. So you will be getting similar kind of question. The only thing for this kind of questions is that identify if at least any of the statement is wrong. ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ റോങ് ആണെന്ന് കണ്ടുപിടിച്ചാൽ ദിസ് ക്വസ്റ്റ്യൻ ഈസ് സോൾവ്ഡ്. മറ്റേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയണ്ട, മറ്റേ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ തെറ്റാണെന്ന് അറിഞ്ഞാൽ both statements are correct. ഈ രണ്ടും ഒഴിവായില്ലേ? You can eliminate both these options, right? If you know that second statement is wrong, ഇത് ഒഴിവാക്കിക്കൂടെ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കിക്കൂടെ? സോ if you are getting one statement, at least one statement is wrong, this question is solved. Now coming to the question, first statement, you like with the common sense you came to know that that statement is correct. Then uranium enriched to the extent of at least 60% is required for the production of electricity. Whenever I teach common sense based question, whenever I teach logical questions, I always say that if something is exaggerated to a bigger scale, that is mostly wrong. Okay, it's not like, see actually uranium 60% നമ്മൾ ഉപയോഗിക്കുന്നത് ആറ്റം ബോംബ് ഉണ്ടാക്കാനാണ്. ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ വെറും 3% മതി യുറേനിയം. മനസ്സിലായോ? ഇത് നമ്മൾ പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാർ എന്തായാലും നിങ്ങൾ പത്രത്തിൽ ഉറപ്പായിട്ട് കാണും. ഈവൻ ലാസ്റ്റ് ടൈം when I was teaching science and technology, I taught about the Iran like US nuclear deal and all, and this like straight away came from my slide. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് കാണിച്ചു തരും. ഞാൻ ഡയറക്റ്റ്ലി ഈ ക്ലാസ്സിൽ പറഞ്ഞ് ഇവർക്ക് സ്ലൈഡ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി എങ്ങനെയാണ് ചോദിച്ചത്, എങ്ങനെയാണ് എൻ്റെ സ്ലൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നത് എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ആ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞാൻ ആ കണ്ടന്റ് അതിൽ എഴുതിയത്. ബിക്കോസ് ഐ വാസ് എക്സ്പെക്ടിങ് ക്വസ്റ്റ്യൻസ്. അത് നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഏത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരികയാണ്. വൈ? ബിക്കോസ് കറണ്ട് അഫയേഴ്സിൽ അത് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ US ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ യുറേനിയം അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെന്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻ വാസ് എക്സ്പെക്റ്റഡ്. ഓക്കെ, സോ 60%, 50%-ന് മേളിൽ എന്ത് പറഞ്ഞാലും എക്സാഗ്രേഷൻ ആണ്. ഓക്കെ,
ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് നിങ്ങൾ ഇനി 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 ഇങ്ങനെ വേണം ചിന്തിക്കാൻ. ഓക്കെ, യു മൈറ്റ് നോട്ട് ബി നോയിങ് ദിസ് സ്ട്രാറ്റജി, ബട്ട് ഫ്രം നൗ സ്റ്റാർട്ട് ട്രെയിനിങ് യുവർ മൈൻഡ്. ഇഫ് സംതിങ് ഈസ് എക്സാഗ്രേറ്റഡ് to a bigger scale, that is mostly wrong. Uranium enriched to the extent of at least 60% is required for the production of electricity. No, that statement is wrong. If that statement is wrong, which is the answer? See, next question. Consider the following statement. See, ചിലർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം ഒറ്റയടിക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി, you have time, watch this video multiple times until you get it. Then, so അതുകൊണ്ട് എനിക്കിത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. Like, I'll be here also. Otherwise also you will be having this video. നിങ്ങൾക്ക് മനസ്സിലായവരോടാണെങ്കിലും ചോദിക്കാം. സോ ഡോണ്ട് വറി. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു ലോജിക്കോ സ്ട്രാറ്റജിയോ കണക്ട് ആവുന്നില്ലെങ്കിൽ ലീവ് ഇറ്റ് ദെയർ. നമുക്ക് പിന്നെ അതിലേക്ക് വരാം, വീഡിയോ കണ്ടിട്ടാണെങ്കിലും വരാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അഗൈൻ. മാർസുപ്പിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ. മാർസുപ്പിയൽസ് ക്യാൻ ത്രൈവ് ഓൺലി ഇൻ മൊണ്ടൈൻ ഗ്രാസ്ലാൻഡ്സ് വിത്ത് നോ പ്രെഡേറ്റേഴ്സ്. ഇതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് പറയാൻ പറ്റുമോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് റോങ് എന്ന് പറയുന്നത്? നോ പ്രെഡേറ്റേഴ്സ് എന്നുള്ള ഒന്ന്, അതായത് ഏതെങ്കിലും ഒരു ഗ്രാസ്ലാൻഡോ മൗണ്ടൈൻ ഗ്രാസ്ലാൻഡോ എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു എക്കോസിസ്റ്റത്തിൽ എറബിഡിയന്മാർ പ്രെഡേറ്റേഴ്സ് ഇല്ലാതെ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. രണ്ടാമത്തെ സാധനം, ഇതിൽ രണ്ട് രീതിക്കാണ് ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആവുന്നത്. ഒന്ന്, മാർസുപ്പിയൽസ് ക്യാൻ ത്രൈവ് ഓൺലി ഇൻ മൗണ്ടൈൻ ഗ്രാസ്ലാൻഡ്സ്. ഹൂ ക്യാൻ സേ? സി, ദീസ് ആർ വൈൽഡ് ആനിമൽസ്. ലൈക്ക് എന്താണ് മാർസുപ്പിയൽസ് എന്ന് പറയുന്നത്? എന്താണ്? ലൈക്ക് സഞ്ചിയുള്ള മൃഗങ്ങൾ, അല്ലെ, കങ്കാരു പോലുള്ള മൃഗങ്ങൾ. നിങ്ങൾക്ക് മാർസുപ്പിയൽസ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടാവും. ഞാൻ ആരോടും അറിയോ ഇല്ലയോ എന്ന് ചോദിക്കുന്നില്ല. കാരണം മാർസുപ്പിയൽസ് എന്നുള്ള വേർഡ് അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. മാർസുപ്പിയൽസ് ഒരു ആനിമൽ ആണെന്ന് മനസ്സിലാവും, ആ സ്റ്റേറ്റ്മെന്റ് വായിക്കും മനസ്സിലാവുമല്ലോ. അത്രയും മനസ്സിലാക്കിയ ആള് ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു വൈൽഡ് ആനിമൽ ഈ ഒരു എക്കോസിസ്റ്റത്തിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് ആർക്കെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റുമോ? സോ ഞാൻ എപ്പോഴും ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്ന സമയത്ത് ഞാൻ ഇവർക്ക് റിവിഷൻ ഗാലന്റ് എന്ന് പറഞ്ഞ് വി ഹാവ് ക്രിയേറ്റഡ് എ ഗ്രൂപ്പ് ബിഫോർ ദ ലാസ്റ്റ് പ്രിലിംസ്, ആൻഡ് ഇൻ ദാറ്റ് I have been continuously posting this kind of logical questions, and one of the logic that I always emphasized was that logic of like possibility statements. Okay, possibility statement. This statement, they are telling that, okay, if some kind of an animal is living only in this thing, difficult to prove. Okay, difficult to prove statements. Nobody can, even the question setter cannot say that this animal will not be seen in any other system. Okay, difficult to prove statement. So such statements will always be wrong. This statement is wrong ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ആണോ അല്ലയോ എന്ന് അറിയേണ്ട കാര്യമുണ്ടോ? You are getting the answer, right? You are getting the answer. ഡൗട്ട് ഇല്ലല്ലോ ആർക്കും?